മുഖ്യമന്ത്രി വി ഡി സതീശനും ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോറും തമ്മിൽ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും വ്യവസായിയുമായ മൈക്കിൾ ബൂലൂസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംഘം ആലപ്പുഴയിലേക്ക് തിരിച്ചു. ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യുക എന്നതാണ് സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ചുണ്ടൻ വള്ളങ്ങളുടെ സൗഹൃദ തുഴച്ചിലും കണ്ട ശേഷമാകും മടക്കം. ഉന്നത വിദ്യാഭ്യാസം, ടൂറിസം, സംസ്കാരം, നിക്ഷേപം, തീരദേശ, തുറമുഖ വികസനം തുടങ്ങിയ മേഖലകളിൽ കേരളവും അമേരിക്കയും തമ്മിലുള്ള പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെയും അമേരിക്കയിലെയും സർവകലാശാലകളും ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സംയുക്ത ഗവേഷണം, അധ്യാപക വിദ്യാർത്ഥി ആശയവിനിമയം, നൂതന സാങ്കേതിക വിദ്യ എന്നിവയിലെ പങ്കാളിത്തത്തിന്റെ സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. സാംസ്കാരിക മേഖലയിലും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിലുമുള്ള അവസരങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തന്റെ ആദ്യ കേരള സന്ദർശനമാണിതെന്ന് പറഞ്ഞ US സ്ഥാനപതി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമെന്ന നിലയിലുള്ള വളർച്ചയെക്കുറിച്ചും വാചാലനായി. ആരോഗ്യക്ഷേമം, ആയുർവേദ ടൂറിസം എന്നീ മേഖലകളിലെ കേരളത്തിന്റെ മികവ് ഉപയോഗപ്പെടുത്തി അമേരിക്കയിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ സംസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്ന് സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെയും അമേരിക്കയിലെയും പ്രധാന നഗരങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സിസ്റ്റർ സിറ്റീസ് മാതൃകയിലുള്ള പങ്കാളിത്ത സാധ്യതകൾ പരിശോധിക്കാമെന്നും അദ്ദേഹം ചർച്ചയിൽ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും വ്യവസായിയുമായ മൈക്കിൾ ബൂലോസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. കൊച്ചിയിലെ ഔദ്യോഗിക കൂടിക്കാഴ്ചകൾക്കും മറ്റു പരിപാടികൾക്കും ശേഷം മൈക്കിൾ ബൂലോസും അമേരിക്കൻ അംബാസഡറും ഉൾപ്പെടുന്ന 8-അംഗ സംഘം വിനോദസഞ്ചാരത്തിനായി ആലപ്പുഴയിലേക്ക് തിരിച്ചു. അവിടെ നെഹ്റു ട്രോഫി വള്ളംകളിക്കായി ഒരുങ്ങുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ പരിശീലന തൊഴിച്ചിലും കായൽ സൗന്ദര്യവും സംഘം ആസ്വദിക്കും. അമൃത ന്യൂസ്, കൊച്ചി.